പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് ഇനി വരാനുള്ളത്. സെക്കൻഡ് അലോട്ട്മെന്റിലെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് പോവാണ്. ആബിസ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ഈ വരുന്ന 24-ാം തീയതി അടുത്ത ബുധനാഴ്ച പബ്ലിഷ് ചെയ്യുന്നതാണ്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, മാൻഡേറ്ററി ഫീ അടക്കുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡിൽ പിന്നെ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു വട്ടമാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. SC ST OEC വിദ്യാർത്ഥികൾക്ക് 155 രൂപയും മറ്റുള്ളവർക്ക് 610 രൂപയുമാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. 24-ാം തീയതി മുതൽ 30-ാം തീയതി വൈകുന്നേരം 4 മണി വരെ. ജൂലൈ 1-ന് 2026 PG ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ ആരംഭിക്കും. ജൂലൈ 1-ാം തീയതിയാണ് ക്ലാസ് ആരംഭിക്കുന്നത്. പെർമനന്റ് അഡ്മിഷൻ 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. മറ്റുള്ളവർക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കോളേജിൽ തന്നെയാണ് ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഒക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല, എനിക്ക് അടുത്ത ഇതിൽ പുതിയൊരു കോളേജിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമുള്ള ക്ലാസ് ജൂലൈ 1, സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള ക്ലാസ് ജൂലൈ 1-ന് ആരംഭിക്കും. ജൂലൈ 1-ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് അതിനുള്ള സമയമുള്ളത്. 30-ാം തീയതി മുതൽ ജൂൺ 30 മുതൽ 4-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്ത് പുതുതായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമല്ല, നിങ്ങൾക്ക് പുതിയ ഓപ്ഷനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. അത് 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ്. ആ കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ബാക്കി അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.